ഹായ് ഹലോ, നമുക്കിന്ന് കപ്പ വെച്ചിട്ട് ഒരു പുട്ടുണ്ടാക്കാം. നമ്മൾ പച്ചക്കപ്പ വെച്ചിട്ടാണ് ഇത് പുട്ടുണ്ടാക്കുന്നത്. ഉണക്കക്കപ്പ വെച്ചിട്ടും പുട്ടുണ്ടാക്കും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഒരു 1/2 കിലോ വലുപ്പത്തിലുള്ള ഒരു കപ്പയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അത് നമ്മൾ ഇങ്ങനെ ഉരപ്പനെ വെച്ച് ഉരച്ചെടുക്കുന്നുണ്ട്. അത് അതിൻ്റെ ഏറ്റവും ചെറിയ കണ്ണിയിലല്ല, അതിൻ്റെ വലിയ കണ്ണി വെച്ചിട്ടാണ് ഉരയ്ക്കുന്നത്. എന്നിട്ട് നമ്മളിത് മൊത്തം ഇങ്ങനെ ഉരച്ചെടുത്തിട്ടുണ്ട്. നമ്മളിനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി അതിനകത്തോട്ട് ഒരു 3-4 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ട് ഈ കപ്പയ്ക്കൊരു കട്ടുണ്ടല്ലോ, ആ കട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ നല്ലോണം ഒന്ന് ഞെരടി ഒന്ന് പിഴിഞ്ഞെടുക്കണം. നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ ആ വെള്ളമയമൊക്കെ പോകുന്ന രീതിയിൽ നന്നായിട്ട് പിഴിഞ്ഞ്, അല്ലെങ്കിൽ നമ്മളൊരു തുണിക്കകത്തോ തോർത്തിനകത്തോ കെട്ടി നമുക്ക് അത് നന്നായിട്ട് ആ വെള്ളമെല്ലാം കളഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഇതിപ്പം ഞാനിങ്ങനെ കൈവച്ച് ഞെക്കി പിഴിഞ്ഞാണ് എടുക്കുന്നത്. നമ്മൾ നല്ലോണം പിഴിഞ്ഞാലും ഇച്ചിരി വെള്ളമയ അംശം അതിനകത്ത് തന്നെ കാണും. അങ്ങനെ നമ്മൾ മൊത്തം ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ അരിപ്പൊടിയാണ് ചേർക്കുന്നത്. അതായത് പുട്ടുപൊടി ആവശ്യത്തിന് നമ്മൾ പുട്ടിന് നനയ്ക്കുന്ന ആ പരുവത്തിന് അതിൽ ഒട്ടും വെള്ളം ചേർക്കേണ്ട, അതിലുള്ള വെള്ളമയത്തിൽ ആ പുട്ടുപൊടിയും കൂടെ നനഞ്ഞ് കിട്ടും. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് ഒരു മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കണം. അത് ഒത്തിരി കുറേശ്ശെ ഒരു പിടി വീതം വാരി വെച്ചിട്ട് ഒന്ന് പൾസ് ചെയ്ത് എടുക്കണം. കൂടുതൽ വാരി വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അങ്ങ് കട്ടയായിപ്പോവും. അപ്പോൾ നമ്മൾ കുറേശ്ശെ അങ്ങനെ ചെയ്ത് അങ്ങനെ മൊത്തം പൊടി നമ്മൾ പൾസ് ചെയ്ത് എടുക്കുന്നുണ്ട്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം അങ്ങനെ എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സാധാരണ പുട്ട് വാരി വെച്ച് പുഴുങ്ങുന്നത് പോലെ തന്നെ ആദ്യം തേങ്ങ വെച്ച് പിന്നെ നമ്മൾ കുറച്ച് പൊടിയിട്ട് അങ്ങനെ സാധാരണ പുട്ട് നമ്മൾ പുഴുങ്ങുന്ന പോലെ തന്നെ എടുക്കുന്നുണ്ട്. ഇത് ചൂടോടുകൂടി തിന്നാനാണ് നല്ല ടേസ്റ്റ്. പിന്നെ ഞാൻ കറിയുടെ കൂടെ കഴിക്കുന്നതിനേക്കാളിലും എനിക്ക് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് പപ്പടം പഴവും കൂട്ടി കഴിക്കുന്നതാണ്. ചൂടോടുകൂടി അത് രണ്ടും കൂടെ കൂട്ടി കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ പുട്ട് നമ്മുടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.